Assalamualaikum, Namaskaram and welcome back to my channel. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. അപ്പോൾ ദാ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 4kg റെഡ് വെൽവെറ്റ് ക്രീം ചീസ് കേക്കിന്റെ റെസിപ്പിയും അതുപോലെ തന്നെ അതിന്റെ ഡെക്കറേഷൻസും പിന്നെ നമുക്ക് കേക്കിലൊക്കെ വരുന്ന കുറച്ച് ഫാൾട്ടുകളൊക്കെ കൂടി പറയാനാണ് ട്ടോ. അപ്പോൾ ഒരൊറ്റ അടിക്കന്നെ നമുക്കൊരു 4kg റെസിപ്പിയൊക്കെ വരുമ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതാ ബട്ടർ പേപ്പർ ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. കേക്ക് ടിന്നാണല്ലോ നമ്മൾ ആദ്യം റെഡിയാക്കി വെക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിപ്പം സ്ക്വയറിലാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ആളുകൾക്ക് കഴിക്കാനുള്ളതാവും. അപ്പോൾ ഇതാ ഇതുപോലെ സ്ക്വയർ ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ കേക്ക് ടിന്നൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളും അരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2.5 കപ്പ് മൈദയും അതുപോലെ തന്നെ 2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് അതുപോലെ 2 ടീസ്പൂണ് കൊക്കോ പൗഡർ ഉണ്ട്. ഡാർക്ക് കൊക്കോ പൗഡറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അതും കൂടി ഇട്ടിട്ട് ഒന്ന് അരിച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് ഒരു ബൗളിൽ ഞാൻ 8 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇനി ഇതിലേക്ക് 2 കപ്പ് പൊടിച്ച പഞ്ചസാര. അപ്പോൾ ഞാനിതിപ്പോൾ 2 kgയുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. 4kgക്ക് 2 kg വെച്ചിട്ട് ഇതുപോലെ ഒരു സെറ്റ് ഉണ്ടാക്കിയിട്ട് വീണ്ടും രണ്ടാമത് ഇതേ ഒരു മെഷർമെൻറ്റിൽ കേക്ക് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ഞാൻ 4kg ഉണ്ടാക്കുന്നത് കേട്ടോ, അല്ലാണ്ട് ഒറ്റ അടിക്ക് 4kg അല്ല. അപ്പോൾ ഇതാ കുറേശ്ശെ ആയിട്ട് നമുക്ക് പഞ്ചസാര പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുക. അത് നമുക്ക് തുടക്കത്തിൽ തന്നെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. പഞ്ചസാര ഒക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ലോ സ്പീഡിലിട്ടാം. ഒന്നിലൊക്കെ ഇട്ടിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് മിക്സായി വന്നാൽ മതി. എന്നിട്ട് നമുക്ക് ബീറ്ററൊക്കെ ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ബട്ടർ മിൽക്കിലേക്ക് കളർ ചേർത്ത് കൊടുക്കണം. റെഡ് വെൽവെറ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കളർ ഇതാ ഈ ഒരു കളർ സ്പാഷിൻ്റെ കളറാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല റെഡ് കിട്ടും. അപ്പോൾ നമുക്കിതിലേക്ക് എത്ര ഡ്രോപ്സ് ഒഴിക്കണം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം 2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ വീണ്ടും ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് നോക്കാം. അപ്പം ബട്ടർ മിൽക്കിലേക്കാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്നത്. ആ ബട്ടർ മിൽക്ക് ഞാൻ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പും അതിലേക്ക് 1/2 കപ്പ് പാല് ഒന്ന് ലൈറ്റ് ചൂട് പാലിലേക്ക് 2 ടീസ്പൂണ് വിനെഗർ ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചിട്ടുള്ളത്. നമ്മളെ കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിലാണ് അത് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ ബട്ടർ മിൽക്കും അതുപോലെ തന്നെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി കുറേശ്ശെ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കളർ ഇനി കൂട്ടണോ വേണ്ടേ എന്നുള്ളത് ലാസ്റ്റ് നോക്കാം. അപ്പോൾ ഇതാ കളർ ലേശം ഒരു കുറവുണ്ട്. അപ്പോൾ ഞാൻ 1 ടീസ്പൂണും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഇതിലേക്ക് 1.5 ടീസ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു കളറ്. ഇനി ഇതുപോലെ സ്ക്വയർ ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 8 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2 ടിന്നിലേക്ക് ആക്കിയിട്ട് അപ്പോൾ നമ്മൾ ഒഴിക്കുമ്പോൾ നോക്കണം രണ്ടിലും ഒരേപോലെ ആക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ ഓവനൊക്കെ പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് 180 ഡിഗ്രിയിൽ ഒരു 30 മുതൽ 35 മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ഓവൻ ഇല്ലാത്തവരാണെങ്കിൽ എങ്ങനെയാണോ ചെയ്യുന്നത് പാത്രത്തിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതവിടെ റെഡി ആകുമ്പോഴേക്കും നമ്മൾ നെക്സ്റ്റ് ബാറ്റർ ഇവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അത് റെഡി ആയിട്ട് വരുന്ന ഒരു ടൈമിൽ അപ്പോൾ അതിൽ ഞാൻ ചേർക്കാൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യമാണ് ബേക്കിംഗ് സോഡ. അപ്പോൾ ഞാനത് രണ്ടാമത്തെ ബാറ്ററിൽ ചെയ്യുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതുപോലെ എടുത്തിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണ് വിനെഗറും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കേക്ക് ഒന്നും കൂടി സോഫ്റ്റ് ആവാൻ. അപ്പോൾ മറ്റേതിൽ ഞാൻ മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ബാറ്ററിൽ ബാച്ച് ചെയ്യുമ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്തിട്ടില്ല വെച്ചിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല. 2 കേക്കിനും വലിയ ഡിഫറൻ്റ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് വരും ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ അതാ ആ ഒരു ബാറ്ററും കൂടി റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓവൻ്റെ ആ ഒരു ചൂട് പോകുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അടുത്ത ബാറ്റർ റെഡി ആക്കിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നാലാമത്തെ കേക്കാണ് ഇത് 2 ബാച്ചായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് ടാപ്പ് ചെയ്തെടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മൾ 4 കേക്കും അഥവാ 1 കിലോൻ്റെ 4 ബാറ്റർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് ഐസിങ് ചെയ്യൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡെലിവറി ചെയ്യുന്ന ആ ഒരു ടൈമിൽ അപ്പോൾ ഞാനിപ്പോൾ തലേ ദിവസം കേക്ക് സ്പഞ്ച് റെഡി ആക്കിയിട്ട് ഇത് നമ്മൾ ഓവനിൽ തന്നെയാണ് കേട്ടോ. ഓവൻ ചൂടറിയതിൻ്റെ ശേഷം അതിൽ തന്നെയാണ് കേട്ടോ നമ്മളിത് സൂക്ഷിച്ച് വെക്കുന്നത്. പിറ്റേ ദിവസം കാലത്താണ് ഞാനിത് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡെലിവറി ചെയ്യുന്നതിൻ്റെ 2 മണിക്കൂർ മുമ്പ് എടുത്തിട്ട് നമുക്കിതൊന്ന് ഐസിങ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്രീം ചീസാണ് എടുക്കുന്നത്. അപ്പോൾ ക്രീം ചീസ് 2 ടിന്ന് ഇതുപോലത്തെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം.
അപ്പോൾ ഞാനിപ്പോൾ എനിക്കിത് സൂക്ഷിക്കാനായിട്ട് ഫ്രീസർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ 1 മണിക്കൂർ മുന്നേ ഒക്കെ ചെയ്താലും എനിക്ക് കുറച്ചും കൂടെ തണുക്കാനായിട്ടുള്ളൊക്കെ ടൈം കിട്ടും. അഥവാ നിങ്ങളുടെ കയ്യിൽ ഫ്രീസറോ ഫ്രിഡ്ജോ 4 കിലോ എന്തായാലും ഫ്രിഡ്ജിലൊന്നും കയറില്ലല്ലോ. വലിയ ഫ്രിഡ്ജാണെങ്കിൽ കയറും കേട്ടോ. അപ്പോൾ അത് കയറില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. പിന്നെ ഡെലിവറി ചെയ്യുന്ന 2 മണിക്കൂർ മുന്നേ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി. പിന്നെ നമ്മൾ ഷുഗർ സിറപ്പൊക്കെ തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. അപ്പോഴാണ് കേക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് നമുക്ക് ആ ഡെലിവറി ചെയ്യണ ഒരു 2 മണിക്കൂർ മുന്നേ അത് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് അവർക്ക് എത്തിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ അത് കേക്ക് തണുപ്പുണ്ടാവും. അവർ കട്ട് ചെയ്യണ ഒരു ടൈം ആകുമ്പം കേക്ക് തണുപ്പുണ്ടാവുമല്ലോ. അപ്പോൾ ഇതാ നമ്മൾ സ്ക്വയർ കേക്ക് കട്ട് ചെയ്യൽ ഇങ്ങനെയാണ് കേട്ടോ. 4 സൈഡും ഇതുപോലെ ഒന്ന് വിട്ട് കൊടുക്കുക. എന്നിട്ട് നേരെ പിടിച്ചിട്ട് ലെവലാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ തന്നെ എല്ലാ കേക്കും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഓരോ കേക്കും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി എനിക്ക് പറ്റിയിട്ടുള്ള രണ്ടാമത്തെ അബദ്ധം എന്ന് പറയുന്നത് കേക്കിൻ്റെ ബോർഡും ബോക്സാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് 4 kg ആണല്ലോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് സെയിം 4 kg ബോർഡും ബോക്സാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ അബദ്ധം എന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ഈ ഒരു ഓർഡർ തരുന്ന ടൈമിൽ ശനിയാഴ്ച രാത്രി 10 മണിക്ക് വിളിച്ചിട്ടാണ് അവർക്ക് തിങ്കളാഴ്ച കാലത്ത് 10 മണിക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ശനിയാഴ്ച നമുക്ക് എന്തായാലും പിന്നെ 10 മണി കഴിഞ്ഞാൽ ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള സമയമില്ല. പിറ്റേ ദിവസം ഞായറാഴ്ചയും അതുപോലെ തന്നെ ഈസ്റ്ററും ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ആകെ ഒരു ഷോപ്പാണ് ഉണ്ടായിരുന്നത്. ആ ഷോപ്പിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ ഈ ഒരു 4 kg ബോർഡും ബോക്സ് കൃത്യം അളവിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ 4 kg കേക്കാണ് ചെയ്യണമെങ്കിൽ 5 kg ബോർഡും ബോക്സാണ് നമുക്ക് കിട്ടേണ്ടത്. ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ കൊടുക്കാറുള്ളത്. 1 kg കേക്കാണ് ചെയ്യണമെങ്കിൽ 1.5 ബോർഡും ബോക്സുമാണ് റെഡിയാക്കൽ. അപ്പോഴാണ് നമുക്ക് കേക്കൊക്കെ അതിൽ സുഖമായിട്ട് വെക്കണം. ബോക്സിൽ അപ്പുറം ഇപ്പുറം നമ്മൾ കൈയൊന്നും തട്ടാത്ത രീതിയിൽ തന്നെ റെഡി ആയിട്ട് വരല്. അപ്പോൾ അതാ ഞാനിപ്പോൾ കേക്കിൻ്റെ ബോർഡിൽ ക്രീം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഓരോ ലെയറും എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക. കേക്ക് വെറ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടല്ലോ കേക്ക് ഇരിക്കണത് തന്നെ കേക്കിൻ്റെ ആ ബോർഡുമായിട്ട് ലെവലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കട്ട് ചെയ്തില്ല. പിന്നെ എനിക്ക് ക്രീമൊക്കെ ലാസ്റ്റ് ചെയ്ത് വന്നപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് കളയേണ്ടി വന്നു കേട്ടോ. സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയേണ്ടി വന്നു. എങ്കിൽ കൂടി ഈ ബോക്സ് കറക്റ്റ് അല്ലായിരുന്നു കേട്ടോ. അത് ഞാൻ പറയാം, ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഫസ്റ്റ് നമുക്ക് ക്രീം ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ പൈപ്പിംഗ് കവറിലാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ക്രീം ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. എൻ്റെ ഒരു നോസിലുണ്ടല്ലോ, റോസറ്റിൻ്റെ നോസിൽ, റോസ് വരക്കണ നോസിൽ, ആ ഒരു നോസിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇത് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ബിഗ് സൈസാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ 5 kg ഒക്കെ റെഡ് വെൽവെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞാൻ യൂട്യൂബ് ചാനലൊന്നും തുടങ്ങിയിട്ടില്ല. അതിൻ്റെ മുന്നേ എനിക്ക് വലിയ ഓർഡറായിട്ട് 5 kg റെഡ് വെൽവെറ്റും അതിൻ്റെ കൂടെ ഒരു ഫോട്ടോ പ്രിൻറ്റ് കേക്കും കൂടെ ആയിരുന്നു അന്ന് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേ ഞാനൊരു വാനില കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. 4 kg എന്നാണ് തോന്നുന്നു. അത് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ വലിയ വലിയ ഓർഡറൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഈസി ആയിട്ട് ടെൻഷനൊന്നും ഉണ്ടാവില്ല. നമുക്ക് നമ്മൾ സെയിം ചെയ്യുന്ന ഒരു ഇപ്പോൾ ഇതിലേക്ക് കൂടെ നിങ്ങൾക്ക് 2 kg ആ ഒരു റെസിപ്പിയെങ്കിലും കിട്ടിയല്ലോ. 2 kg റെസിപ്പിയും കിട്ടി. ഇതുപോലെ 4 kg വന്നാൽ എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളതും ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ, ക്രീമൊക്കെ ചെയ്തിട്ട്. ഇനി നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ വൈറ്റ് ചോക്ലേറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ വിപ്പിംഗ് ക്രീമിലും ഞാൻ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്രീം ചീസും ആണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് ആയിരുന്നു കേട്ടോ. ഞാനിതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സംഭവം. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയറും ഇതുപോലെ എടുത്ത് വെച്ച് കൊടുക്കാം. സാധാരണ നമ്മൾ കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യുന്ന പോലെ തന്നെ വെക്കുമ്പോൾ ലെവലായിട്ട് തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ഞാൻ തേർഡ് ലെയറും ഒക്കെ ചെയ്തിട്ട് ഇതതുപോലെ ക്രീം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ സ്പാച്ചില വെച്ചിട്ട് ലെവലാക്കി എടുക്കണം. അതാണ് കുറച്ച് റിസ്ക് ഉള്ള പണി. വലിയ കേക്കാണല്ലോ, അത്യാവശ്യം മെനക്കെട്ടിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ വൈറ്റ് ക്രീമിലേക്ക് ഈ ഒരു പിങ്ക് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അവർ പറഞ്ഞിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് പിങ്ക് ആൻഡ് വൈറ്റ് ആണ്. ഇതൊരു ഫസ്റ്റ് ബർത്ത്ഡേയുടെ കേക്കാണ് കേട്ടോ, ഫസ്റ്റ് ബർത്ത്ഡേയുടെ ആണ്. അപ്പം എൻ്റെ തന്നെ ഒരു റൗണ്ട് കേക്കാണ് അവർ മോഡലായിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഡിസൈൻ വേണം, പക്ഷേ സ്ക്വയർ കേക്കിലാണ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് തന്നെ ആ പിങ്ക് കളറ് ചേർത്തിട്ടില്ല, ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ട് അത്യാവശ്യം മെനക്കെടുണ്ടായിരുന്നു കേട്ടോ ഇതൊന്ന് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ആ പാലറ്റ് നൈഫ് ഒന്ന് ജസ്റ്റ് വെള്ളത്തിൽ തട്ടിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പെട്ടെന്ന് തന്നെ ലെവലാക്കി എടുക്കുക. അതുപോലെ താഴെ അവർ വൈറ്റ് ആണ് കേട്ടോ, വൈറ്റ് ആൻഡ് പിങ്ക് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ലൈന്, പക്ഷേ ആ ലൈനൊന്നും പിന്നെ കാണുന്നില്ല കേട്ടോ ഇട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം.
അത് ഇത്രയും വലിയ കേക്ക് ആയതുകൊണ്ടാണ് ഞാൻ മാക്സിമം പിടിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും മെനക്കെട്ട് ചെയ്തതിന് ഒരു കാര്യം ഉണ്ടായില്ല എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ കേക്ക് ബോക്സിൻ്റെയും ആ ഒരു ഇതിൻ്റെയും അളവ് അത് കൃത്യ മെഷർമെൻ്റ് ആയതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് തട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സൈഡൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡെലിവറി ചെയ്യുന്ന ആ ടൈമിൽ തന്നെ എനിക്ക് ബോക്സ് വെക്കുമ്പോൾ തന്നെ മനസ്സിലായി ഇതിൻ്റെ സൈഡൊക്കെ പോകുന്നുള്ളത്. പിന്നെ നമ്മളിത് അവിടെ എത്തിക്കുകയാണ് ചെയ്തത്. പിന്നെ ഫങ്ഷൻസ് കഴിഞ്ഞപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചപ്പം കേക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോട്ടോസ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സൈഡൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതാ പിന്നെ ഞാൻ അവരുടെ അടുത്ത് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ഡെലിവറി നമുക്ക് പറഞ്ഞ ഒരു ടൈമാണ് ഒരു ദിവസം മുന്നേ പറഞ്ഞെങ്കിൽ കൂടി ആ ഒരു പറഞ്ഞ ദിവസമാണ് ശനിയാഴ്ച രാത്രിയാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അതാണ് അവർക്കും നമ്മൾക്കും പറ്റിയൊരു തെറ്റെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ 4kg ഒന്നും ഒരുമിച്ച് ബേസ് അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കില്ല. എൻ്റെ അടുത്ത് ഉണ്ടെന്ന് തന്നെ നാശമായി പോവുകയാണ് ചെയ്തത്. അപ്പോൾ കാരണം ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെക്കാറില്ല. 1 and 2 ഒക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കണം. അപ്പോൾ അത് ഓരോരുത്തരുടെ കഴിവനുസരിച്ച് മാക്സിമം അതിമ നിന്ന് സ്പെൻഡ് ചെയ്ത് തന്നെ വേണം കേട്ടോ. നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കുക. അപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഒരു ബോർഡർ ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ സ്റ്റാർ നോസിലിൻ്റെ ചെറിയ ടിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സൈഡ് അത്ര കണ്ട് ഫിനിഷ് വേണമെന്നില്ല. നമ്മളവിടെ ബോർഡർ വരയ്ക്കുകയാണല്ലോ. അപ്പോൾ ഇതുപോലെ ക്രോസ് ചെയ്തിട്ട് ഉള്ള ഒരു ബോർഡർ ഞാൻ ഫുള്ളായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ബോർഡർ വരച്ചതിന് ശേഷം നമ്മൾ 100 N1ൻ്റെ നോസിലാണ് ഇട്ടിട്ടുണ്ട്. അതിട്ടിട്ട് ഇതുപോലെ റോസറ്റ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സൈഡിൽ മാത്രമായിട്ടാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുക. ഇനി വന്നിട്ട് കുറച്ച് സ്പ്രിങ്കിൾസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷനിലുള്ള. അതും കൂടെ എല്ലാ ഭാഗത്തും ഒന്നിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഫുള്ളായിട്ട് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഫോണ്ടന്റിലാണ് ഇതിൽ പേരൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ 4kgയുടെ കേക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്കിത് ഞാൻ എങ്ങനെ സ്റ്റോർ ചെയ്തെന്നുള്ളതും കൂടി കാണിക്കാം. അപ്പോൾ അതാ ഞാനിത് ഷോപ്പിലെ ഫ്രീസറിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്, ഐസ്ക്രീം ഫ്രീസറിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡെലിവറി ചെയ്യുന്ന വരെ കുറച്ച് തണുപ്പിൽ ഇരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഇതൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കട്ട് ചെയ്യുന്ന ഒരു ടൈം കൃത്യമായിട്ട് ചോദിക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു 2 മണിക്കൂർ മാത്രം മുന്നേ ഐസിങ് ചെയ്തിട്ട് റെഡിയാക്കിയിട്ട് നേരെ ഡെലിവറി ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ 4kgയുടെ റെഡ് വെൽവെറ്റ് ക്രീം ചീസ് കേക്കിൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ ആ ഒരു ഫാൾട്ട് കാണണ്ടേ. അപ്പോൾ ഇത് കട്ട് കഴിഞ്ഞിട്ടുള്ള ശേഷമുള്ള ഫോട്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് അവർ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ഫോട്ടോ ആണിത്. അപ്പോൾ സൈഡൊക്കെ കണ്ടോ, സൈഡിൽ നിന്നൊക്കെ ക്രീം പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അത്രയും മെനക്കെട്ട് ചെയ്തിട്ടുണ്ട്. കേക്ക് ഡെലിവറി ചെയ്ത ശേഷം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ബേക്കിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അതൊക്കെ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ പുതുതായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.